കുഞ്ഞുങ്ങൾ സുരക്ഷിതമായ കരങ്ങളിലേക്ക് എത്തിച്ചേരുന്നതിനാണ് ശിശുക്ഷേമ സമിതി സംസ്ഥാനത്തുടനീളം അമ്മത്തൊട്ടിലുകൾ സ്ഥാപിച്ചത്. എന്നാൽ ആലപ്പുഴ ജില്ലയിൽ ഉപേക്ഷിക്കപ്പെടുന്ന കുട്ടികൾ കുറ്റിക്കാട്ടിലും തെരുവോരങ്ങളിലും കിടക്കേണ്ട അവസ്ഥയാണ്. സ്വകാര്യതയ്ക്ക് പ്രാധാന്യം നൽകി അമ്മത്തൊട്ടിൽ സ്ഥാപിക്കണമെന്ന മാനദണ്ഡം കാറ്റിൽ പറത്തി വഴിപാടെന്ന പോലെ ശിശുക്ഷേമ സമിതി അമ്മത്തൊട്ടിൽ സ്ഥാപിച്ചതുമൂലമാണ് കുഞ്ഞുങ്ങൾക്ക് ഈ ഗതി വന്നിരിക്കുന്നത്. ആലപ്പുഴ ജില്ലയിൽ മാസങ്ങൾക്ക് മുമ്പ് ഒരു കുഞ്ഞിനെ വഴിവെക്കിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തി. വട്ടമിട്ട് പറക്കുന്ന പരന്തുകളുടെയും തെരുവ് നായ്ക്കളുടെയും ഇടയിൽ നിന്ന് തലനാരിഴയ്ക്കാണ് ശിശുക്ഷേമ സമിതി കുഞ്ഞിനെ രക്ഷപ്പെടുത്തുന്നത്. ഈ കഴിഞ്ഞ ദിവസം നിസ്സഹായയായ ഒരു അമ്മ ജില്ലയിലെ ഏക അമ്മത്തൊട്ടിലായ സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിക്ക് മുന്നിലെ തൊട്ടിലെത്തി. എന്നാൽ തുറിച്ചുനോട്ടങ്ങളും നഷ്ടമായ സ്വകാര്യതയും അതിജീവിക്കാനാവാതെ അവർ മടങ്ങിപ്പോയി. വഴിയിൽ ഉപേക്ഷിക്കാൻ മനസ്സില്ലാതെ ഒടുവിൽ ധൈര്യപൂർവ്വം ആശുപത്രി സൂപ്രണ്ടിനെ കണ്ട് തന്റെ കുഞ്ഞിനെ സ്വകാര്യമായി ഏറ്റെടുക്കണമെന്ന് ആവശ്യപ്പെട്ടു. സംസ്ഥാനത്ത് സ്ഥാപിച്ചിരിക്കുന്ന അമ്മത്തൊട്ടിലുകളിൽ ഏറ്റവും കുറവ് കുഞ്ഞുങ്ങളെ ലഭിച്ചത് ആലപ്പുഴ ജില്ലയിലെ അമ്മത്തൊട്ടിലാണ്. ആകെ 7 കുഞ്ഞുങ്ങൾ. പക്ഷേ ഇതിന്റെ അർത്ഥം ജില്ലയിൽ കുഞ്ഞുങ്ങൾ ഉപേക്ഷിക്കപ്പെടുന്നത് കുറവാണെന്നല്ല, മറിച്ച് സ്വകാര്യതയില്ലാത്ത ഇടം നോക്കി അമ്മത്തൊട്ടിൽ സ്ഥാപിച്ചത് മൂലം തെരുവിൽ ഉപേക്ഷിക്കപ്പെടുന്ന കുട്ടികളുടെ എണ്ണം കൂടുന്നുവെന്നാണ്. ഇപ്പം അവരുടെ സ്വകാര്യത ഇല്ല, അതിന് ഒരു ഓപ്പൺ സ്പേസിൽ തന്നെയാണ്, അതെല്ലാവരും ഉണ്ട്. ഇപ്പം ഓട്ടോ സ്റ്റാൻഡ് അതിൻ്റെ ഇപ്പുറത്തുണ്ട്. എപ്പോഴായാലും ഇവിടെ എപ്പോഴും ആളുള്ളൊരു ഓപ്പൺ ഏരിയ ആണെന്നുള്ളത് സത്യമാണ്. അതുകൊണ്ട് തന്നെ സ്വകാര്യതയില്ല. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ കുട്ടികളെ കൊണ്ടുവരുന്നത് കുറയുന്നത് എന്നൊരു റിപ്പോർട്ടുണ്ട്. പല ഏജൻസികളും അങ്ങനെ അവിടെ പറഞ്ഞു കഴിയും. ടൂറിസത്തിന് ഏറെ തിരക്കേറിയ ആലപ്പുഴ ബീച്ചിലേക്കുള്ള പ്രധാന റോഡിലാണ് ശിശുക്ഷേമ സമിതി അമ്മത്തൊട്ടിൽ സ്ഥാപിച്ചത്. തൊട്ടിലിനോട് ചേർന്ന് ഓട്ടോറിക്ഷ സ്റ്റാൻഡും നിരവധി വ്യവസായ സ്ഥാപനങ്ങളും പ്രവർത്തിക്കുന്നു. ആശുപത്രിയുടെ പ്രധാന ഗേറ്റിന് മുന്നിലായതുകൊണ്ട് തന്നെ പരിസരം 24 മണിക്കൂറും സജീവമാണ്. അമ്മത്തൊട്ടിൽ സ്ഥാപിക്കുമ്പോൾ സ്വകാര്യതയ്ക്ക് പ്രാധാന്യം നൽകി പാലിക്കേണ്ട യാതൊരു മാനദണ്ഡങ്ങളും ഇവിടെ പാലിക്കപ്പെട്ടില്ലെന്ന് ചുരുക്കം. മാത്രമല്ല, വർഷത്തിൽ മിക്ക ദിവസങ്ങളിലും സാങ്കേതിക തകരാർ മൂലം തൊട്ടിൽ അടച്ചിടേണ്ടിയും വരുന്നു. സ്വകാര്യത നിലനിൽക്കുന്ന മറ്റൊരിടം നൽകാമെന്നും തൊട്ടിൽ മാറ്റി സ്ഥാപിക്കണമെന്നും പലതവണ ആശുപത്രി അധികൃതർ ആവശ്യമുന്നയിച്ചിട്ടും ശിശുക്ഷേമ സമിതി അതിന് തയ്യാറായിട്ടില്ല. ശരണ്യ സ്നേഹജൻ, റിപ്പോർട്ടർ, ആലപ്പുഴ.